ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നെത്തോലി പീരയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. അപ്പോൾ നമുക്കിതിനുള്ള ഒരു കൂട്ട് റെഡിയാക്കണം. ഒരു വലിയൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുടംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങയും ഈ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് അധികം അരയാതെ ഒന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അധികം അരയാതെ ഒന്ന് ചതച്ച് എടുത്തു. മിക്സിയിൽ വെച്ചോ നമുക്ക് അമ്മിയിൽ വെച്ച് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കാം. പിന്നെ നമ്മൾ ഈ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട്. ഇപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന കൂട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കഴുകി വെച്ചിരുന്ന നെത്തോലിയും ചേർത്ത് കൊടുത്തു. പിന്നെ ആ പുളിയും കുടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കൂടുതൽ വെള്ളം ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ലോയിൽ വെച്ച് നമുക്ക് അടച്ച് കുറച്ച് സമയം കൂടെ നല്ലപോലെ ഇതിൻ്റെ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ മീൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ അവസാനം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ നെത്തോലി പീര റെഡിയായി. അവസാനമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്ക് ഇളക്കി നമുക്ക് കഴിക്കാൻ റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.